എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ട്രൂക്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് TWS ആണ് BTG3. BTG2ന്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഓവർവ്യൂ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ആ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് നമ്മൾ ഗെയിം കളിക്കുവാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തത് ബേസ് നല്ല ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഗെയിം കളിക്കുമ്പോൾ തന്നെ നമ്മുടെ ചെവിക്ക് നല്ല രീതിക്ക് ഇറിറ്റേഷൻ ഫീൽ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ നേരമൊക്കെ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് കളിക്കാൻ പറ്റത്തില്ല. ഈ ഒരു റീസൺ കുറേ കൂട്ടുകാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രൂക്ക് BTG2 എന്ന് പറഞ്ഞ സാധനം ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്തിട്ടില്ല. എന്നാൽ ഈ ഒരു BTG3 എന്ന് പറയുന്നത് BTG2 പോലെയാണോ അതല്ല ഇനി അതിൻ്റെ ന്യൂനതകളൊക്കെ മാറ്റിയിട്ടാണോ ഇറക്കിയെന്നുള്ളത് ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് ട്രൂക്കിന്റെ ലോഗോയും കൂടാതെ ആ ഒരു പ്രോഡക്റ്റിന്റെ ഫോട്ടോയും BTG3 55ms അൾട്രാ ലോ ലേറ്റൻസി എന്ന് എഴുതിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു 55ms ലോ ലേറ്റൻസി തന്നെയാണ്. വലതുവശത്ത് നോക്കുവാണെങ്കിൽ പവർ ഓഫ് ട്രൂ ബീറ്റ്സ് എന്നും ഇടതുവശത്ത് കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിറകിലും കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറയുന്നുണ്ട്, ഇപ്പം അങ്ങോട്ട് പറയുന്നില്ല. ഇനി മറ്റൊരു സൈഡിൽ നോക്കുവാണെങ്കിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞത് 12/2021 കൂടാതെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞത് 2999 രൂപയാണ്. എന്നാൽ ഈ ഒരു പ്രോഡക്റ്റ് നമുക്കിപ്പോൾ വാങ്ങിക്കാൻ സാധിക്കുന്നത് 1399 രൂപയ്ക്കാണ്. ബ്ലാക്ക് റെഡ് എന്നിങ്ങനെ രണ്ട് കളേഴ്സിലാണ്. ഏതിനായാലും 1399 രൂപ തന്നെയാണ്. കൺട്രി ഓഫ് ഒറിജിൻ എന്ന് പറഞ്ഞത് ചൈനയും കൂടാതെ 1 വർഷം നമുക്കിതിൽ വാറണ്ടി ഉണ്ട്. വാറണ്ടി നമുക്ക് ലഭ്യമാവണമെങ്കിൽ സാധനം വാങ്ങിച്ചിട്ട് 10 ദിവസത്തിനകത്ത് ട്രൂക്കിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. അത് അവർ മാൻഡേറ്ററി ആയിട്ട് തന്നെ പറയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച ഉടനെ തന്നെ നേരിട്ട് അങ്ങ് പ്രോഡക്റ്റ് അങ്ങ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി എന്തായാലും നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാനായിട്ട് ആക്ച്വലി നൈഫിൻ്റെ ഒരു പ്ലാസ്റ്റിക് റാപ്പറൊക്കെ വെച്ചിട്ടാണ് നല്ല രീതിക്ക് പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു കേസ് നമുക്ക് ഈ ഒരു ബോക്സ് വരുന്നത്. എന്തായാലും ഓക്കെ, ബോക്സ് ഇതേ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ പ്രോഡക്റ്റ് ഇവിടെ ഇരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ ലഭ്യമാകുന്നത് ഒരു യൂസർ മാനുവലും കൂടാതെ ഒരു വാറണ്ടി കാർഡും അതേപോലെ തന്നെ 2 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളും കൂടാതെ ഒരു Type-C മിനി കേബിളുമാണ്. അപ്പോൾ അതെ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. എന്തായാലും പ്രോഡക്റ്റ് പീട്രോണിൻ്റെ ഒക്കെ വരുന്നത് പോലെ കേസ് വേറൊരു ഭാഗത്ത്, അതേപോലെ തന്നെ ഇയർബഡുകൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് വെക്കാം. ഇതേ കണ്ടോ, ഇതിനകത്ത് വെക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഐൻ്റെ സൈഡിൽ കണ്ടോ പല കളറുകൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുവാണ്. പച്ച കത്തി, ആദ്യം ചുവപ്പ്, ഇപ്പം നീലയായി. ഓരോരോ കളേഴ്സ് ഇതേ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൂക്ക് BTG3. എന്തായാലും ഫിസിക്കലി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ഒരൊറ്റ നോട്ടത്തിൽ സ്പൈഡർമാൻ അല്ലെങ്കിൽ ആംഗ്രി ബേർഡ് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിക്കുള്ളൊരു ഡിസൈനോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു കേസ് ലഭ്യമാകുന്നത്. ഗ്ലോസി ഫിനിഷ്ഡ് റെഡ് കളറാണ് എൻ്റെ കയ്യിരിക്കുന്നത്. ഇതല്ലാണ്ട് നമുക്ക് ബ്ലാക്ക് കളറിലും കിട്ടും. ഏതാണെങ്കിലും ആ ഒരു ഗ്ലോസി ഫിനിഷ്ഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് പോക്കറ്റിലൊക്കെ എടുത്തുമൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകാൻ ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി മുന്നിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ട്രൂക്കിന്റെ ലോഗോ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 2 കണ്ണുകൾ പോലെ LED ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഏറ്റവും അടിയിൽ ഒരു Type-C പോർട്ടും ഉണ്ട്. ഈ ഒരു LED ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇയർബഡുകൾ ചാർജ് ആകുന്ന സമയത്ത് LED ഇൻഡിക്കേറ്റേഴ്സ് ഇങ്ങനെ RGB കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ കേസ് ചാർജ് ചെയ്യുന്ന സമയത്ത് റെഡ് ലൈറ്റ് മാത്രം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. 300 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഈ ഒരു പവർ ബാങ്കിൽ നിന്നും നമുക്ക് 48 മണിക്കൂറാണ് ടോട്ടൽ പ്ലേ ടൈം കമ്പനി അവകാശപ്പെടുന്നത്. കൂടാതെ 1.5 മണിക്കൂർ മാത്രം മതി 300 mAh 100% എത്താനായിട്ട്. 180 മണിക്കൂർ സ്റ്റാൻഡ് ബൈ ടൈം എന്ന് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കാണുന്നുണ്ട്. എന്നാൽ അവരുടെ യൂസർ ഗൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത് 72 മണിക്കൂർ മാത്രമാണ്. ചാർജ് ചെയ്യേണ്ട അഡാപ്റ്റർ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് 5V1A, അതായത് 5 വാട്ട്സിന്റെ അഡാപ്റ്റർ ആണ്. ഈവൻ നമ്മൾ 10 വാട്ട്സിന്റെ 5V2A യൂസ് ചെയ്യുവാണെങ്കിൽ പോലും ചിലപ്പോൾ ഇൻ കേസ്, അതായത് നമ്മുടെ കഷ്ടകാലത്തിന് പവർ വോൾട്ടേജ് കൂടി വന്നിട്ട് അടിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വാറണ്ടി കിട്ടാൻ ചാൻസസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, കമ്പനി പറയുന്ന പോലെ 5V1A 5 വാട്ട്സിന്റെ അഡാപ്റ്റർ ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അതൊക്കെ വെച്ചിട്ട് ചാർജ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ പവർ ബാങ്കോ ലാപ്ടോപ്പ് ഒക്കെ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ നോക്കുക. ഇനിയൊരു കേസിന്റെ കവർ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പൊതുവേ ഇപ്പോൾ ബോട്ടിലാണെങ്കിലും നോയ്സിലാണെങ്കിലും ഒക്കെ കാണാൻ സാധിക്കുന്നത് ഹൈപ്പർ സിങ്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാ വേക്കൻ പെയർ ടെക്നോളജി ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ കേസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഏത് പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഡിവൈസിലാണോ പെയർ ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് കണക്ട് ആവും. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു സംഭവം
കുഴപ്പമില്ല. നമ്മൾ കേസ് ഓപ്പൺ ആക്കിയാലും ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഡിവൈസിലൊന്നും കണക്ട് ആവത്തില്ല. അതിന് നോർമൽ നമ്മുടെ ബജറ്റ് ഇയർബഡുകളിൽ കാണുന്ന പോലെ കേസിൽ നിന്നും നമ്മൾ ഇയർബഡുകൾ ഊരുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി കണക്ട് ആകുന്നത്. എന്തായാലും കവറിന് എന്താ പറയുക, ആ ഒരു പ്രശ്നമൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെയാണ് ലഭ്യമാവുക. ഇനി ഇയർബഡുകളെ കുറിച്ച് പറയുവാണെങ്കിൽ ഫിസിക്കലി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ഒരു ഗ്ലോസി ഫിനിഷ്ഡ് ഡിസൈൻ തന്നെയാണ് നമുക്ക് ഇയർബഡിൽ കാണുന്നത്. കൂടാതെ ഫുള്ള് ഒരു ടോട്ടൽ ബ്ലാക്ക് കളറാണ്. ഏറ്റവും പറയില് ട്രൂക്കിൻ്റെ ലോഗോ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ LED ഇൻഡിക്കേറ്റർ ഉണ്ട് ഏറ്റവും മുകളിലായിട്ട്. അതിന് തൊട്ടതായിട്ട് ടച്ച് കൺട്രോൾ ഉണ്ട്. ഇനി ഏറ്റവും അടിയിലായിട്ട് നമ്മുടെ മൈക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്തായാലും ടച്ച് കൺട്രോളൊക്കെ പറയുവാണെങ്കിലും അവ അത്യാവശ്യം നല്ല സെൻസിറ്റീവ് തന്നെയാണ്. 10mm ടൈറ്റാനിയം ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകളും ലഭ്യമാകുന്നത്. കൂടാതെ 45 ഡിഗ്രി ആംഗിൾഡ് ഇയർബഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചെവിയിലേക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 4 grams മാത്രമാണ് ഓരോ ഇയർബഡുകളുടെ വെയിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മുടെ ചെവിയിൽ ഇത് കുറേ നേരം ഇരുന്നാലും അങ്ങോട്ട് ഡിസ്കംഫർട്ട് ഒന്നും ഉണ്ടാവാൻ ചാൻസസ് വളരെ കുറവാണ്. പിന്നെ ഇയർബഡിന് ചെറുതായിട്ടൊരു സൈസ് കൂടുതലാണോ എന്ന് ചെറിയ സംശയമുണ്ട്. കാരണം എൻ്റെ ചെവിയിൽ തന്നെ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയ ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു സംഭവം ഒന്നെങ്കിൽ നമുക്ക് യൂസ്ഡ് ആവും, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഡിസ്കംഫർട്ട് ആവും. പിന്നെ യൂസ്ഡ് ആവാനാണ് ചാൻസസ് വളരെ കൂടുതൽ. കാരണം ചെറിയ പെയിൻ ഒന്നും അങ്ങനെ എടുക്കാൻ ചാൻസസ് വളരെ കുറവാണ്. ഏതായാലും ഓരോ ഇയർബഡിലും നമുക്ക് 40 mAh വീതം ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ 10 മണിക്കൂർ ഒരു സിംഗിൾ ചാർജിൽ ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് ലഭ്യമാകുമെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. 1.5 മണിക്കൂർ വേണം ഈ ഒരു ഇയർബഡുകൾ 100% ചാർജ് ആകാനായിട്ടും. ഇവിടെയും എനിക്ക് പറയാനുള്ളത് യൂസർ ഗൈഡിൽ എഴുതിക്കുന്നത് ടോക്ക് ടൈം നമുക്ക് വന്നിട്ട് 6 to 8 hours ആണ്. അതേപോലെ തന്നെ മ്യൂസിക് പ്ലേ ടൈം എന്ന് പറയുന്നത് 8 to 10 hours ആണ്. അതും 50% അകത്തൊക്കെ നമ്മൾ കേട്ട് മാത്രമേ ഇങ്ങനെ കിട്ടത്തുള്ളൂ. എന്തായാലും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ആക്ച്വൽ അല്ലെങ്കിൽ ആ ഒരു പക്ക ടൈമിംഗ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി ഈ ഒരു ഇയർബഡിന്റെ മറ്റുള്ള പ്രത്യേകതകൾ പറയുവാണെങ്കിൽ, ഒന്ന് നമുക്ക് ഇതിനകത്ത് മ്യൂസിക് മോഡ് അതുപോലെ തന്നെ ഗെയിം മോഡ് ഉണ്ട്. രണ്ടാമെന്ന് പറയുന്നത് ഇയർബഡുകളിൽ പ്രത്യേകിച്ച് പ്രീമിയം ഇയർബഡുകളിൽ കാണുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു ഇൻ ഇയർ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പാട്ട് ഇങ്ങനെ ചെവിയിൽ വെച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വരുവാണെങ്കിൽ ജസ്റ്റ് നമ്മളത് മാറ്റുവാണെങ്കിൽ പാട്ട് അവിടെ പോസ് ആകും. അതേപോലെ തന്നെ നമുക്ക് അവരോട് സംസാരിച്ചിട്ട് വീണ്ടും ചെവിയിലേക്ക് വെക്കുമ്പോൾ പാട്ട് പ്ലേ ആവും. പൊതുവെ നമുക്ക് 2000 രൂപയ്ക്ക് മുകളിലുള്ള പ്രോഡക്റ്റുകളിലാണ് കാണുന്നത്. എന്നാൽ ഇവിടെ എന്താ പറയുക, വെറും 1400 രൂപയുള്ള ട്രൂക്ക് BTG 3യിലും ആ ഒരു സംഭവം ഉണ്ട്. എന്തായാലും നമുക്കത് മാനുവലി ഓണും ഓഫും ആക്കാൻ സാധിക്കും. ട്രിപ്പിൾ ടാപ്പ് നമ്മൾ ലെഫ്റ്റിൽ ചെയ്യുമ്പോഴാണ് എന്താ പറയുക ഇയർ സെൻസർ ഓണും ഓഫും ഒക്കെ പറയും. അതേപോലെ തന്നെ ട്രിപ്പിൾ ടാപ്പ് നമ്മൾ വലുതിൽ ചെയ്യുമ്പോഴാണ് ആ ഒരു മ്യൂസിക് മോഡ് അല്ലെങ്കിൽ ഗെയിം മോഡ് ഓൺ ആവുന്നത്. പിന്നെ ഈ ഒരു ഗെയിം മോഡിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കസ്റ്റമൈസ്ഡ് ഗെയിം കോർ ചിപ്സെറ്റ് ഉള്ളതുകൊണ്ട് തന്നെ 55 ms ലോ ലേറ്റൻസി അൾട്രാ ലോ ലേറ്റൻസി മോഡാണ് നമുക്കിവിടെ ലഭ്യമാവുന്നത്. 55 ms ആയതുകൊണ്ട് തന്നെ PUBG ഒക്കെ കളിക്കുന്ന സമയത്ത് അത്യാവശ്യം എന്താ പറയുക നമുക്ക് പക്ക രീതിക്ക് തന്നെ ആ ഒരു ലേറ്റൻസി കിട്ടുന്നുണ്ട്. കുറച്ച് മാത്രമേ ഞാൻ കളിച്ച് നോക്കിയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ആ ഒരു നല്ല രീതിക്ക് പറയണമെങ്കിൽ കുറച്ച് കൂടുതൽ കളിച്ച് നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും അത്യാവശ്യം നമുക്ക് നല്ല രീതിക്ക് തന്നെ ഈ ഒരു ട്രൂക്ക് BTG 3യിലൂടെ നമുക്ക് ഗെയിമൊക്കെ കളിക്കാൻ പറ്റും. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.1 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററുമാണ്. കൂടാതെ IPX4 വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രസ്സിലിങ്ങിലും അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിലും അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് അടിച്ചു പോകാൻ ചാൻസസ് വളരെ കുറവാണ്. ഇനി ആ ഒരു ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 1 ടാപ്പിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കും. ഡബിൾ ടാപ്പ് നമ്മൾ ഇടതുവശത്ത് ചെയ്യുകയാണെങ്കിൽ വോയിസ് അസിസ്റ്റൻസ് വർക്കാവും. കൂടാതെ ടാപ്പ് ചെയ്ത് ഹോൾഡ് നമ്മൾ വലതുവശത്ത് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് നമ്മൾ ഇടതുവശത്ത് ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രിപ്പിൾ ടാപ്പ് നമ്മൾ വലതുവശത്ത് ചെയ്യുകയാണെങ്കിൽ മ്യൂസിക് അല്ലെങ്കിൽ ഗെയിം മോഡ് ഓൺ ആവും. ഇടതുവശത്ത് നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇയർ ഡിറ്റക്ഷൻ ആ ഒരു ഇയർ സെൻസർ വർക്കാവും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് ടച്ച് കൺട്രോൾസ് എന്ന് പറയുന്നത്. ഇനി മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മ്യൂസിക് ക്വാളിറ്റി അതുപോലെ തന്നെ മൈക്ക് ക്വാളിറ്റി പറയുവാണെങ്കിൽ ആദ്യം നമുക്ക് മൈക്ക് ക്വാളിറ്റി കേൾക്കാം, അതിനുശേഷം മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയാം. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ട്രൂക്ക് BTG 3യിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ നോർമലി സംസാരിക്കുകയാണ്, ഫാൻ അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടിയിട്ട് തന്നെ കറങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. നമ്മളെന്തായാലും BGMI കളിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ടീം മേറ്റ്സിനോടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് അവർക്ക് പ്രോപ്പറായിട്ട് കേൾക്കാൻ സാധിക്കും ഈ ഒരു മൈക്ക് ക്വാളിറ്റി. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് വീഡിയോ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഇനി മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് SBC അല്ലെങ്കിൽ AAC കോഡക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ AAC ഒക്കെ ഓൺ ആക്കുമ്പോഴത്തേക്ക് പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് 100% ഇട്ടാൽ പോലും. എന്നാലും എവിടേക്കോ BTG 2 പോലെ തന്നെ ആ ഒരു ബേസ് കുറച്ച് ഡോമിനേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കുന്ന സമയത്ത് നമുക്ക് കുറേ നേരം ചിലപ്പോൾ കളിക്കുമ്പോഴത്തേക്ക് ഒരു അരോചകത്വം ഫീൽ ചെയ്യും. എന്നാൽ BTG 2ൻ്റെ അത്രയും അങ്ങോട്ട് ആ ഒരു പ്രശ്നം ഇവിടെ BTG 3യിൽ കാണാൻ പറ്റുന്നില്ല. മാനേജബിൾ ആണ്. നമ്മൾ നോർമൽ പാട്ടുകൾ കേൾക്കുവാണെങ്കിൽ പോലും, അതായത് ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ പോലും, ബാലൻസ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ പോലും വേറെ ഒരു കുഴപ്പമില്ല, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റും. ഒരു ഗെയിം
കളിക്കാനായിട്ടൊരു പ്രോഡക്റ്റ്, അതേപോലെ തന്നെ മ്യൂസിക് കേൾക്കാനായിട്ടൊരു പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഒരു മൂവീസ് കാണാനുള്ള ഒരു പ്രോഡക്റ്റ്, ഇതെല്ലാം കൂടി വേണം, ഒരു സാധനം വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ട്രൂക്ക് BTG 3 പോകുന്നതിൽ വേറെ ഒരു കുഴപ്പമില്ല. പിന്നെ ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും എനിക്കിപ്പോൾ അങ്ങോട്ട് കൂടുതൽ പറയാൻ പറ്റില്ല, കാരണം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കയ്യിൽ കിട്ടിയതേ ഉള്ളൂ. കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റും ഇത് എത്ര നാൾ നമ്മുടെ കയ്യിൽ നിൽക്കും എന്നുള്ളത്. എന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിക്ക് ഇതൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുക. പെർഫെക്റ്റ് ആണ്. എന്തായാലും നമുക്ക് മ്യൂസിക് ക്വാളിറ്റി ആണെങ്കിലും ഗെയിം കളിക്കുമ്പോഴാണെങ്കിലും വേറെ ഒരു കുഴപ്പവും ഇല്ല. പിന്നെ ഭയങ്കര ഒരു മ്യൂസിക് ക്വാളിറ്റി നമ്മളിതിൽ പ്രതീക്ഷിക്കേണ്ട. പ്ലസ് നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാനും അല്ലെങ്കിൽ നമുക്ക് പാട്ട് കേൾക്കാനും എല്ലാം കൂടിയൊക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ട്രൂക്ക് BTG 3 പോകുന്ന വരെ ഒരു കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ട്രൂക്ക് BTG 3 കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ടായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.